ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില്ലി പൊട്ടറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുക. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. അതിനുശേഷം അതിനെ ഫിംഗർ ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഓരോ വലിപ്പത്തിലും അരിഞ്ഞെടുത്ത പീസുകൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇടണേ, അതല്ലെങ്കിൽ ബ്ലാക്ക് കളറായിപ്പോവും. അപ്പോൾ അങ്ങനെ നല്ലപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഹാഫ് കുക്കാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് തിളപ്പിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് ചില്ലി പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു സവോള, അര ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് ഹാഫ് കുക്ക് ആക്കിയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ പൊട്ടറ്റോ കോൺഫ്ലോറുമായിട്ടൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിലോട്ട് നമ്മുടെ തണുത്ത ഉരുളൻകിഴങ്ങ് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ മൊരിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. കോൺഫ്ലോറുമായിട്ട് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഓരോ പീസുകളും എടുത്ത് നമുക്കിടാം. ഇത് നല്ലപോലെ മുരിഞ്ഞ് വരണ വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഹാഫ് കുക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് ടൈം എടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് അങ്ങനെ ഓരോന്നും വറുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടിയും വറുത്ത് എല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ചില്ലി പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വേറെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി നല്ലപോലെ ഇളക്കുക. അരിഞ്ഞു വെച്ച ഉള്ളി, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ അരിയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ സാധാ കറിക്ക് അരിയുന്ന പോലെ അരിഞ്ഞാൽ അത്ര രസം ഉണ്ടാവില്ല. ഇതിന് ചില്ലി പൊട്ടറ്റോയ്ക്ക് നമ്മൾ അരിയുന്നത് ഏകദേശം ഈ ഒരു ഫോമിലാണ്. അങ്ങനെ സവോള നല്ലപോലെ വഴന്നു വരുമ്പോൾ നമുക്കിതിനോട്ട് ക്യാപ്സിക്കം ചേർക്കാം. ഞാൻ ഗ്രീനും യെല്ലോയും ചേർത്തിട്ടുണ്ട്. അരിഞ്ഞപ്പോൾ യെല്ലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ യെല്ലോ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് യെല്ലോ ക്യാപ്സിക്കം കൂടി ചേർത്തു. ഒരു കുറച്ച് കളർഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെ അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിന് നമുക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ കലക്കിയ വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടും. അങ്ങനെ ഞാൻ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ സോയാ സോസാണ് ആഡ് ചെയ്തത്.
ഇപ്പോൾ നല്ല കളറിൽ വന്നിട്ടുണ്ട്. ആ സോയാ സോസും കാശ്മീരി പൊടിയും കൂടിയാണ്. അത് ആവശ്യത്തിന് എരിവ് ഉണ്ടായിരുന്നുള്ളൂ. കാണുമ്പോൾ നമുക്ക് നല്ല എരിവുള്ള പോലെ തോന്നും, പക്ഷേ അത് നല്ലൊരു കളറ് തോന്നുന്നൊക്കെ പൊടിയായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരുവിധം വേവായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പൊട്ടറ്റോസിലോട്ട് ആ ഗ്രേവി ഫുള്ള് പിടിക്കാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്യാം. പൊട്ടറ്റോസ് ഉടയാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ആ ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോസ് ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ എല്ലാ ഭാഗത്തേക്കും ആകാത്തക്ക രീതിയിൽ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ ഒരു ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.